ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 8th സ്റ്റാൻഡേർഡ് ദീപകം എന്ന ടെക്സ്റ്റ് ബുക്കിൻ്റെ 4th ചാപ്റ്ററായ പ്രണമ്യോ ദേശഭക്തോ അയം ഗോപബന്ധുർ മഹാമനാഹ. ദേശഭക്തനും മഹാമനസ്കനുമായ ഗോപബന്ധുവിനെ ഞാൻ വണങ്ങുന്നു. ഏകദാ ജലപ്ലവ പീഡിതാനാം സഹായാർത്ഥം ശിക്ഷകാः ഛാത്രശ്ച സഭാഗാരെ ചർച്ചാം കുറുവന്തി. ഒരിക്കൽ ഫ്ലഡ് വിക്ടിംസിൻ്റെ സഹായത്തിനായി ടീച്ചേഴ്സും സ്റ്റുഡൻസും അസംബ്ലി ഹാളിൽ ചർച്ച ചെയ്യുന്നു. നമസ്തേ ഛാത്രാः, നമസ്തേ സ്റ്റുഡൻസ്. ഹ്യസ്തിനിം വാർത്താം ശ്രുതവന്തഃ കിം? കഴിഞ്ഞ ദിവസത്തെ ന്യൂസ് കേട്ടായിരുന്നോ? നമോ നമഃ ആചാര്യ. നമോ നമഃ സർ. ഒഡീഷ രാജ്യസ്യ കേന്ദ്രാപട ജനപദേ മഹാനദ്യാം ഭയങ്കരഃ ജലപ്ലാവः സംഭൂതഃ. ഒഡീഷ സ്റ്റേറ്റിൽ കേന്ദ്രപട ജില്ലയിൽ മഹാനദിയിൽ ഭയങ്കരമായ ഫ്ലഡ് ഉണ്ടായി. ജലപ്ലാവേന തത്ര മഹതി ഹാനി സഞ്ജാത. ഫ്ലഡ് കാരണം അവിടെ ഏറെ നാശനഷ്ടങ്ങൾ ഉണ്ടായി. ആട്ടെ, ഇത് കേട്ട സർ എന്താ പറഞ്ഞേ? സർ പറയാണ്, ആം ഹിമാനി, അതേ ഹിമാനി, ത്വം സത്യം വദസി. നീ സത്യമാണ് പറയുന്നത്. ജലപ്ലാവേന വാസഗൃഹാണി നഷ്ടാനി. ഫ്ലഡ് കാരണം വീടുകൾ ഇല്ലാണ്ടായി. കേചിത് അസ്വസ്ഥാഃ ചികിത്സാലയേ മൃത്യുനാ സഹ യുധ്യന്തി. ചില സുഖമില്ലാത്തവർ, അതായത് ഇവിടെ പരിക്കേറ്റവർ എന്നാണ് ഉദ്ദേശിക്കുന്നത്, ഹോസ്പിറ്റലിൽ മരണത്തോട് മല്ലിടുകയാണ്. അന്യേച്ച അനാഹാരേണ കഷ്ടം സഹന്തി. മറ്റു ചിലരാകട്ടെ ആഹാരം കിട്ടാതെ കഷ്ടത സഹിക്കുന്നു. ബഹവഃ ഗൃഹപാലിതാഃ പശവോ അപി നദീസ്രോതസാ പ്രവാഹിതാഃ മൃതശ്ച. അതായത് വീട്ടിൽ വളർത്തുന്ന ഒട്ടനവധി മൃഗങ്ങൾ നദിയുടെ കുത്തൊഴുക്കിൽ ഒഴുകിപ്പോവുകയും മരണപ്പെടുകയും ചെയ്തു. മഹോദയ, തേ സമ്പ്രതി അതിദുഃഖിതാഃ ഭവേയുഃ ഖലു. സർ, അവർ ഇപ്പോൾ ശരിക്കും വിഷമിക്കുകയായിരിക്കും അല്ലേ? ആട്ടെ, ഇത് കേട്ട് സർ എന്താ പറഞ്ഞേ? സർ പറയാണ്, സത്യം അശോക്, സത്യമാണ് അശോക്. തേ സർവേ അതിദുഃഖേന ജീവന്തി. അവരെല്ലാവരും വളരെ സങ്കടത്തോടെയാണ് ജീവിക്കുന്നത്. അസ്മാഭിഹി ഏതാദൃശാനാം ദുഃഖിതാനാം സഹായത കരണീയ. നമ്മൾ ഇത്തരത്തിൽ സങ്കടപ്പെട്ടിരിക്കുന്നവരെ സഹായിക്കേണ്ടതുണ്ട്, സഹായിക്കണം. യഥാ ഉത്കലമണിഃ ഗോപബന്ധുഃ ജലപ്ലാവപീഡിതാനാം അഗുണ്ഠം സേവാം കൃത്വാ അദ്യാപി ജനമാനസേഷു സമാദൃതോ അസ്തി. എങ്ങനെയാണോ ഉത്കലമണി ഗോപബന്ധു, അതായത് അദ്ദേഹത്തിന് കിട്ടിയ ഒരു ടൈറ്റിലാണ്, ജലപ്ലാവ പീഡിതാനാം, ഫ്ലഡാൽ പീഡിതരായവരെ, അഗുണ്ഠം സേവാം കൃത്വ, അകമറിഞ്ഞ് സേവ ചെയ്ത്, അദ്യാപി ജനമാനസേഷു, ഇന്നും ജനമനസ്സിൽ, സമാദൃതോ അസ്തി, അതായത് സമ്മാനിതനാണ്. ഇത് കേട്ട ഒരു കുട്ടി ചോദിക്കുകയാണ്, മഹോദയ, ഏഷഃ ഗോപബന്ധുഃ കഃ? സർ, ഈ ഗോപബന്ധു ആരാണ്? അപ്പോൾ സർ പറയാണ്, ഭവന്തഃ സർവേ ഏതത് ചിത്രം പശ്യന്തു. നിങ്ങളെല്ലാവരും ഈ ചിത്രം നോക്കൂ. ഏഷഃ അസ്തി ദീനബന്ധുഃ ഗോപബന്ധുഃ. ഇതാണ് പാവങ്ങളുടെ ഗോപബന്ധു. സംപ്രതി വയം തസ്യ വിഷയെ ജാനിമഃ. ഇനി നമുക്ക് അദ്ദേഹത്തിനെ കുറിച്ച് അറിയാം. ഏകദാ ആചാര്യ ഹരിഹരദാസഃ സത്യവാദി വനവിദ്യാലയസ്യ സർവാൻ അധ്യാപകാൻ ഭോജനായ ആമന്ത്രിത്വാൻ. ഒരിക്കൽ ആചാര്യൻ ഹരിഹരദാസൻ സത്യവാദി വനവിദ്യാലയത്തിലെ എല്ലാ ടീച്ചേഴ്സിനെയും കഴിക്കാനായി വിളിച്ചു, ഇൻവൈറ്റ് ചെയ്തു. ആമന്ത്രിതാഃ സർവേ അതിഥയഃ ഹസ്തപാദം ശാലയിത്വാ ആസനേഷു ഉപവിഷ്ടവന്തഃ. വിളിച്ചു വരുത്തിയ എല്ലാ അതിഥികളും, അതായത് ആചാര്യൻ ഹരിഹരദാസൻ ഇൻവൈറ്റ് ചെയ്ത എല്ലാ അതിഥികളും, ഹസ്തപാദം ശാലയിത്വാ, കൈയും കാലും കഴുകിയിട്ട്, ആസനേഷു ഉപവിഷ്ടവന്തഃ, അതായത് ഇരിപ്പിടത്തിലിരുന്നു.
ബഹൂനി സുസ്വാദൂനി വ്യഞ്ജനാനി കദളീപത്രേഷു. ഒട്ടനവധി സ്വാദിഷ്ടമായ പല വിഭവങ്ങൾ വാഴയിലയിൽ പരിവേഷിതാനി, അതായത് വിളമ്പി. ഹസൻ ഗോപബന്ധുരവദത്. ചിരിച്ചുകൊണ്ട് ഗോപബന്ധു പറഞ്ഞു, അരേ അരേ. ആട്ടെ, ഗോപബന്ധു എന്താ പറഞ്ഞേ? ഗോപബന്ധു പറഞ്ഞു, ഭോജനസ്യാദി ദൗർലഭ്യം ജീവനായ സുഖപ്രദം തദർത്ഥം ഭോജനം കുര്യാഹ മാ ശരീരേ ദയാം കുരു. പദച്ഛേദം നോക്കാം. ഭോജനസ്യ അതിദൗർലഭ്യം ജീവനായ സുഖപ്രദം തദർത്ഥം ഭോജനം കുര്യാഹ മാ ശരീരേ ദയാം കുരു. അന്വയം നോക്കാം. ഭോജനസ്യ അതിദൗർലഭ്യം വിദ്യത്തെ. ഭക്ഷണത്തിന് ഏറെ ദൗർലഭ്യമുണ്ട്, അതായത് ഭക്ഷണം കിട്ടാൻ വളരെ പ്രയാസമാണ്. ജീവനായ സുഖപ്രദം ഭോജനം കുര്യാഹ. ജീവൻ നിലനിർത്താൻ ഭക്ഷണം കഴിക്കേണ്ടതുണ്ട്. തദർത്ഥം ശരീരേ ദയാം മാ കുരു. അതിനായി ശരീരത്തോട് ദയ കാണിക്കാതിരിക്കൂ. ആട്ടെ, ഇതുകൊണ്ട് എന്താ അർത്ഥമാക്കണേ? നമുക്ക് ഭാവാർത്ഥം നോക്കാം. ഭോജനം അതീവ ദുർലഭം ഭവതി. ഭക്ഷണം കിട്ടാൻ ഏറെ പ്രയാസമാണ്. ജീവനം അഗ്രെ നേത്തും സുഖപ്രദം ഭോജനം കരണീയം. ജീവിതം മുന്നോട്ടും കൊണ്ടുപോകാൻ ഭക്ഷണം കഴിക്കേണ്ടതുണ്ട്. അതായത് സന്തോഷത്തോടെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കേണ്ടതുണ്ട്. അतः ശരീരസ്യ കഷ്ടം വിചിന്ത്യ ഭോജന വിഷയെ കദാപി സങ്കോചഃ ലജ്ജാവ ന കരണീയ ഇതി. അതായത് ഇവിടെ പറയാണ്, ശരീരത്തിന് കഷ്ടത ഉണ്ടോയെന്ന് പറഞ്ഞിട്ട് ആഹാര വിഷയത്തിൽ യാതൊരു വിധത്തിൽ ഉള്ള സങ്കോചമോ നാണോ ഒന്നും കാണിക്കേണ്ടയില്ല. ഏതച്ഛുത്വാ സർവേ ഉച്ചൈഹി ഹസിതവന്തഃ. ഇത് കേട്ട് എല്ലാവരും ഉറക്കെ ചിരിച്ചു. തദാനിമേവ ബഹിഃ കശ്ചന കരുണധ്വനിഃ ഗോപബന്ധോഃ കർണയോഃ അഗുഞ്ജത്. ആ സമയത്ത് വെളിയിൽ ഒരു കരുണധ്വനി ഗോപബന്ധുവിൻ്റെ കാതിൽ മുഴങ്ങി. ആട്ടെ, അദ്ദേഹം എന്താ കേട്ടേ? മാതഃ മാതഃ ബുഭിക്ഷുതോ അസ്മി. അമ്മേ അമ്മേ, എനിക്ക് വിശക്കുന്നു. കൃപയാ കിഞ്ചിത് ഭോജനം ദേഹി. ദയവായി എന്തെങ്കിലും കഴിക്കാൻ തരൂ. ദിനത്രയാത് കിമപി ന ഭുക്തം. 3 ദിവസമായി ഒന്നും കഴിച്ചിട്ടില്ല. ഭോജനം ദേഹി മാതഃ ഭോജനം ദേഹി. ഭക്ഷണം തരൂ അമ്മേ, ഭക്ഷണം തരൂ. ഇത് ക്രന്ദനധ്വനിം ശ്രുത്വാ ഇവ ദയാവികലിതഹൃദയഃ ഗോപബന്ധുഃ ആശ്രുപൂർണനയനോ അഭവത്. എന്ന കരച്ചിൽ കേട്ട് ദയാലുവായ ഗോപബന്ധുവിൻ്റെ കണ്ണുകൾ കണ്ണീരാൽ നിറഞ്ഞു. അതായത് അദ്ദേഹത്തിന് വളരെയധികം സങ്കടമായി. കിമപി അവിചിന്യ, മറ്റൊന്നും ചിന്തിക്കാണ്ട്, ജഡിതി പെട്ടെന്ന്, സ്വസ്മൈ പരിവേഷിതം ഭോജനം, തനിക്ക് വിളമ്പി വച്ച ആഹാരം, അതായത് അദ്ദേഹത്തിന് വിളമ്പി വെച്ച ആഹാരം, ഹസ്തേ ഗൃഹീത്വാ കയ്യിൽ പിടിച്ച്, ബഹിരാഗത്വാൻ പുറത്തേക്ക് വന്നു, ഭിക്ഷുകശ്ച തദ് ഭോജിത്വാൻ ആ യാചകന് കഴിക്കാനായി നൽകുകയും ചെയ്തു. അസൗ മഹാൻ സമാജസേവകഃ ആസീത് ഗോപബന്ധു ദാസഃ. ആ മഹാനായ സോഷ്യൽ വർക്കർ ആയിരുന്നു ഗോപബന്ധു ദാസ്. असौ सत्यवादी वनविद्यालयस्य अध्यापकः, प्रसिद्धेषु पञ्चमित्रेषु अन्यतमः स्वतन्त्रतासङ्ग्रामी च आसीत्. അദ്ദേഹം സത്യവാദി വനവിദ്യാലയത്തിലെ അധ്യാപകനും പ്രശസ്തരായ പഞ്ചമിത്രങ്ങളിൽ ഒരുവനും ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയും ആയിരുന്നു. ഒഡീഷ രാജ്യस्य പുരിജനപദस्य സാക്ഷിഗോപാല സമീപേ സ്വാണ്ടോ ഗ്രാമേ ജന്മ ലബ്ധ്വാൻ. ഒഡീഷ സ്റ്റേറ്റിൽ പുരി ജില്ലയിലുള്ള സാക്ഷി ഗോപാലിനടുത്തുള്ള സ്വാണ്ടോ ഗ്രാമത്തിൽ ജനിച്ചു. അധ്യയനകാലാദേവ് സദരിദ്രാണാം രോഗിണാം ച സേവാം അകരോത്. പഠിക്കുന്ന കാലം മുതൽക്കേ തന്നെ അദ്ദേഹം ദരിദ്രരെയും രോഗികളെയും സേവ ചെയ്തിരുന്നു.
സേവിച്ചിരുന്നു. സത്യവാദി വനവിദ്യാലയെ സഛാത്രാൻ നിശുൽക്കം അപാഠയത്. സത്യവാദി വിദ്യാലയത്തിൽ അദ്ദേഹം കുട്ടികളെ ഫീ ഇല്ലാതെ പഠിപ്പിച്ചു. നിരക്ഷരതാ ദൂരീകരണായ സഹ സതതം യതത്തെ സ്മ. ഇല്ലിറ്ററസി തുടച്ചു നീക്കാനായി അദ്ദേഹം നിരന്തരം പ്രയത്നിച്ചിരുന്നു. കാർപാസവസ്ത്ര നിർമ്മാണായ സഹ സ്വയമേവ സൂത്രപ്രസ്തുതിം അകരോത്. പരുത്തി വസ്ത്രങ്ങൾ ഉണ്ടാക്കാനായിട്ട് അദ്ദേഹം സ്വയമേവ തന്നെ നൂലുണ്ടാക്കുമായിരുന്നു. ജന്മഭൂമി ദുർദശാം അവലോക്യ സ സർവദാ ചിന്താകുലോ ഭവതി സ്മ. സ്വന്തം നാടിൻ്റെ ദുരവസ്ഥ കണ്ട് അദ്ദേഹം എപ്പോഴും ചിന്താകുലനായിരുന്നു, വറീഡായിരുന്നു. മഹാത്മാഗാന്ധി പ്രേരണയാ ഭാരതീയ സ്വതന്ത്രതാ ആന്തോലനെ ഗോപബന്ധു ഭാഗം ഗൃഹീത്വാൻ. മഹാത്മാഗാന്ധിയുടെ പ്രേരണയാൽ ഗോപബന്ധു ഭാരതീയ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു. സഹ വർഷദ്വയം യാവത് കാരാവാസം പ്രാപ്തവാൻ. അദ്ദേഹം 2 വർഷത്തോളം ജയിൽവാസം അനുഭവിച്ചു. കാരാഗാരെ നിവസൻ സഹ ബന്ദീര ആത്മകഥ, കാരാകവിത, ധർമ്മപദ, ഗോമഹാത്മ്യ, നചികേത ഉപാഖ്യാന ഇത്യാദീനി ബഹുപ്രേരണാദായിനി പുസ്തകാനി ഓഡിയ ഭാഷയാ വിരചിത്വാൻ. ജയിലിൽ കഴിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം ബന്ദീര ആത്മകഥ, ഒരു തടവുകാരൻ്റെ ആത്മകഥ, കാരാകവിത, ധർമ്മപദ, ഗോമഹാത്മ്യ, നചികേത ഉപാഖ്യാന എന്നിങ്ങനെ ഒട്ടനവധി പ്രചോദനം നൽകുന്ന പുസ്തകങ്ങൾ ഓഡി ഭാഷയിൽ രചിച്ചു. സർവദാ സ്വദേശസ്യൈവ വസ്ത്രാണാം വസ്തൂനാം ച ഉപയോഗം കൃത്വാൻ. എപ്പോഴും സ്വദേശി വസ്ത്രങ്ങളും വസ്തുക്കളുമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. മരണാസന്നം സ്വപുത്രമപി വിഹായ. മരണത്തോടടുത്ത് നിൽക്കുന്ന സ്വന്തം മകനെ പോലും വിട്ട് ജലപ്ലാവ പീഡിതാൻ, ഫ്ലഡാൽ പീഡിതരായ ഭാരതമാതുഹു സഹസ്രശഃ പുത്രാൻ. ഭാരതമാതാവിൻ്റെ 1000ഓളം മക്കളെ ഉദ്ധർത്തും രക്ഷിക്കാനായി ഗൃഹാത് ബഹിഃ നിർഗതഃ, വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങി, സമാജം സേവത ച, വീട്ടിൽ നിന്ന് ഇറങ്ങിത്തിരിക്കുകയും സേവ ചെയ്യുകയും ചെയ്തു. ദേശസേവാ തത്പരസ്യ ഗോപബന്ധുർവയസ്യ പ്രസിദ്ധം പ്രേരണാദായകം വചനം ധൂനാപി ജനമാനസേഷു രാഷ്ട്രഭക്തിം ജാഗ്രയതി. ദേശസേവയിൽ തത്പരനായ ഗോപബന്ധുവിൻ്റെ പ്രസിദ്ധമായ പ്രേരണ നൽകുന്ന വചനം ഇപ്പോഴും ജനമനസ്സിൽ രാഷ്ട്രഭക്തിയെ ഉണർത്തുന്നു. ഇവിടെ ഒഡിയ ഭാഷയിൽ എഴുതിയിരിക്കുന്നതാണ് സംസ്കൃതത്തിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. സ്വദേശഭൂമൗ മമ ലീയതാം തനുഃ സ്വദേശലോകാസ്തദനു പ്രയാന്തുനു സ്വരാജ്യമാർഗേ യദി ഗർത്തമാലിക മമാസ്തി മാംസൈഃ പരിപൂരിതാസ്തു സാ. ആട്ടെ, ഇതുകൊണ്ട് എന്താ അർത്ഥമാക്കണേ? നമുക്ക് ഭാവാർത്ഥം നോക്കാം. സ്വദേശസ്യ ഭൂമിഭാഗേ മമ ശരീരം വിലീനം ഭവതു. ദേശവാസിനഃ മമ അനുസരണം കുർവന്തു. ദേശസ്യ സ്വതന്ത്രതാ നിമിത്തം യത്ര യത്ര പ്രതിബന്ധകാഃ ഗർത്താഃ സന്തി തേ സർവേ ഗർത്താഃ മമ അസ്ഥിഭിഃ മാംസൈശ്ച പരിപൂർണാഃ ഭവന്തു. അതായത് അദ്ദേഹം പറയാണ്, എൻ്റെ ജന്മനാടിൻ്റെ മണ്ണിൽ എൻ്റെ ശരീരം ലയിച്ചു ചേരട്ടെ, നാട്ടുകാർ എന്നെ പിന്തുടരട്ടെ, ഫോളോ ചെയ്യട്ടെ. ദേശസ്യ സ്വതന്ത്രതാ നിമിത്തം യത്ര യത്ര പ്രതിബന്ധകാഃ ഗർത്താഃ സന്തി തേ സർവേ ഗർത്താഃ മമ അസ്ഥിഭിഃ. നാടിൻ്റെ ഫ്രീഡത്തിനായിട്ട് എവിടെയെല്ലാം തടസ്സങ്ങളാകുന്ന കുഴികളുണ്ടോ, തേ സർവേ ഗർത്താഃ, ആ എല്ലാ കുഴികളും, മമ അസ്ഥിഭിഃ, എൻ്റെ അസ്ഥി കൊണ്ടും, മാംസൈശ്ച, മാംസം കൊണ്ടും, പരിപൂർണാഃ ഭവന്തു, പരിപൂർണമാകട്ടെ, അതായത് പൂർണ്ണമായും മൂടപ്പെടുമാറാകട്ടെ എന്ന്. ഓക്കെ. असौ सत्यवादी वनविद्यालयस्य दरिद्रनारायणसेवासङ्घस्य सत्यवादी मुद्रणालयस्य समाजः इति दैनिकवार्तापत्रस्य च प्रतिष्ठाता आसीत्. അതായത് അദ്ദേഹം സത്യവാദി വനവിദ്യാലയത്തിൻ്റെ ദരിദ്രനാരായണ സേവാ സംഘത്തിൻ്റെ
സത്യവാദി അച്ചടിശാലയുടെ സമാജ് എന്ന ദിനപത്രികയുടെയും സ്ഥാപകനായിരുന്നു. സമാജഃ ഇതി ദിനപത്രിക, സമാജ് എന്ന ദിനപത്രിക ന്യൂസ് പേപ്പർ ശതാധികവർഷേഭ്യः 100-ലധികം വർഷങ്ങളായി അധുനാപി ഇപ്പോഴും പ്രതിദിനം എല്ലാ ദിവസവും പ്രകാശത്തെ പ്രസിദ്ധീകരിച്ചു വരുന്നു. സമാജസേവായായി ദേശസേവായായി ച, സമാജസേവനത്തിനായും ദേശസേവനത്തിനായും തസ്യ അസീമം ത്യാഗം അനുഭവൻ, അദ്ദേഹത്തിൻ്റെ അനന്തമായ ത്യാഗം മനസ്സിലാക്കിക്കൊണ്ട് വൈജ്ഞാനികഃ ആചാര്യഃ പ്രഫുല്ലചന്ദ്രരായഃ, വൈജ്ഞാനികനും ആചാര്യനുമായ പ്രഫുല്ലചന്ദ്രരായ ഗോപബന്ധുവിന് ഉത്കലമണിഃ ഇതി ഉപാധിന സമ്മാനിത്വാൻ, ഉത്കലമണി എന്ന പദവി കൊടുത്ത് ആദരിച്ചു. ഉത്കലമണിരിത്യാഖ്യഃ പ്രസിദ്ധോ ലോകസേവകഃ പ്രണമ്യോ ദേശഭക്തോ അയം ഗോപബന്ധുർ മഹാമനാഃ. അൻപേ നോക്കാം. അയം ഉത്കലമണിഃ ഇത്യാഖ്യഃ പ്രസിദ്ധഃ ലോകസേവകഃ ദേശഭക്തഃ മഹാമനാഃ ഗോപബന്ധുഃ പ്രണമ്യഃ അസ്തി. അതായത് ഉത്കലമണി എന്ന പേരിൽ പ്രസിദ്ധനായ ഈ ജനസേവകനും ദേശഭക്തനും ഉച്ചചിന്തയുമുള്ള ഗോപബന്ധുദാസ് വന്ദനീയനാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷൻ ക്ലിയർ ആയെന്ന് കരുതുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായ ഉറപ്പായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക് യു. കീപ് സപ്പോർട്ടിങ്.